നമ്മുടെ തുടർഭരണത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ അതിദാരിദ്ര്യമുക്തമായത്. ലോകം അത്ഭുതത്തോടെയാണത് കേട്ടത്. കാരണം ലോകത്ത് അപൂർവ രാഷ്ട്രങ്ങൾ മാത്രമേ ഈ തരത്തിൽ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ പറഞ്ഞു, അതിദാരിദ്ര്യ പ്രശ്നമാണ് നേരത്തെ അഭിമുഖീകരിച്ചത്. ഇനി കേവല ദാരിദ്ര്യം എന്ത് ചെയ്യാനാകും എന്നതാണ് LDF അടുത്ത ഘട്ടമായി പരിശോധിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവർ ഒരു വീട് സ്വപ്നം കണ്ട് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോയ പതിനായിരങ്ങളുണ്ട്. ആ പ്രശ്നമാണ് LDF ലൈഫ് മിഷനിലൂടെ കൈകാര്യം ചെയ്തത്. 5 ലക്ഷം വീട് നിർമ്മിച്ച് നൽകുക, 4 ലക്ഷം രൂപക്ക് നല്ല വീട് നിർമ്മിക്കുക. 2021 തെരഞ്ഞെടുപ്പിൽ UDF പരസ്യമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ റദ്ദ് ചെയ്യും. ഇപ്പോൾ എന്തായി? 5 ലക്ഷം വീടും പൂർത്തിയായി. പ്രഖ്യാപിച്ചത് കഴിഞ്ഞു, ഇനിയൊന്നുമില്ല എന്ന നിലയല്ല LDFിൻ്റെ. LDF ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, ഇത് നമ്മുടെ നാട്ടിൽ ഇനിയും വീട് സ്വപ്നം കണ്ട് കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. വീട് നിർമ്മിക്കാൻ ശേഷിയില്ല. അത്തരം ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതി ലൈഫ് മിഷൻ 2 എന്ന പേരിൽ നടപ്പാക്കും. ഇവിടെ 62 ലക്ഷം സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുണ്ട്. ആ പെൻഷൻ കൃത്യമായി കൊടുത്തത്, മാസം തോറും കൊടുത്തത് LDF അധികാരത്തിലുള്ള ഘട്ടത്തിൽ മാത്രമാണ്. പെൻഷനിൽ കാലാനുസൃതമായ വർധനവ് വരുത്തിയതും LDF അധികാരത്തിലുള്ള ഘട്ടത്തിൽ മാത്രമാണ്. ഏറ്റവും ഒടുവിൽ 2016 600 ഉണ്ടായിരുന്നത് 21 ആ LDF ഗവൺമെൻറ് ടേം അവസാനിക്കുമ്പോൾ 1600. ഇപ്പോൾ തുടർഭരണം ലഭിച്ചതിന് ശേഷം ഇപ്പോൾ 2000. ഈ 2000 രൂപയും കൃത്യമായി മാസം തോറും കൊടുക്കുക. ഇതുകൊണ്ടെല്ലാമായി എന്നല്ല, ഇതിനും കാലാനുസൃതമായ വർധനവ് വേണം. LDF പറഞ്ഞു കഴിഞ്ഞു, ഈ 2000 3000 വർദ്ധിപ്പിക്കും എന്ന്. ഇതാണ് LDFിൻ്റെ പ്രത്യേകത. പാവപ്പെട്ടവരെ, സാധാരണക്കാരെ, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു മുന്നണി, പാവങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു മുന്നണി. ആ മുന്നണിക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയൂ. ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങൾ ജനങ്ങളെയാണ് വിശ്വസിച്ചത്, ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിച്ചു. ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ സഞ്ചരിച്ചത്. എല്ലാ ഘട്ടത്തിലും ജനങ്ങൾ പൂർണ്ണമായും കൂടെയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ആശങ്കയും LDFിനില്ല. ജനങ്ങൾ കൂടെയുണ്ട്. വലിയ ഭൂരിപക്ഷം കേരളം LDFിന് സമ്മാനിക്കാൻ പോവുകയാണ്. ധർമ്മടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ മണ്ഡലമാണ് എല്ലാ കാലവും. ഇവിടെ സ്ഥാനാർത്ഥിയായി ഇത്തവണയും മത്സരിക്കണമെന്ന് LDF എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് എനിക്കുള്ള പരിമിതി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. സ്ഥാനാർത്ഥി വോട്ടർമാരെ കാണണം, ബന്ധപ്പെടണം. പക്ഷേ മിനിയാന്ന് വരെ ഞാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചാരത്തിലായിരുന്നു. ഇന്നലെ മുതൽക്കാണ് മണ്ഡലത്തിൽ പരിപാടി വെച്ചത്. ഇത് വലിയ പരിമിതിയാണ്. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും സ്ഥാനാർത്ഥിയുടെ
ചുമതലയും ഉത്തരവാദിത്വവും നിർവഹിച്ചതിൻ്റെ ഭാഗമായി ആ പരിമിതി പൂർണ്ണമായി മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനിയും തുടരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് എൻ്റെ അടയാളം. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നല്ല വിജയം എനിക്ക് നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം.